നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും മുൻപേ UDF-ൽ പൊട്ടിത്തെറിയെന്ന വാർത്തകൾ കുറച്ചു നാളുകളായി വളരെയധികം പ്രചരിക്കുന്ന ഒന്നാണ്. മലയോര കർഷക കോൺഗ്രസ് പാർട്ടിയും UDF-ലെ ഘടകകക്ഷിയുമായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇടഞ്ഞിരിക്കുകയാണിപ്പോൾ. പ്രശ്നം സീറ്റ് സംബന്ധിച്ചാണ്. തങ്ങളുടെ സീറ്റ് പിടിച്ചെടുക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തിനെതിരെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും കുട്ടനാട്, ഇടുക്കി സീറ്റുകൾ ഏറ്റെടുക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നു എന്നാണ് വിവരം. എന്നാൽ ഇത് അംഗീകരിക്കാൻ ജോസഫ് വിഭാഗം തയ്യാറായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. 10 സീറ്റുകളിൽ മത്സരിച്ച കേരള കോൺഗ്രസിന് ഇക്കുറി 8 സീറ്റുകളെ നൽകാനാകൂ എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികളുമായി ഇതിനോടകം ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. 2021 10 സീറ്റുകളാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഉണ്ടായിരുന്നത്. സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ആദ്യവട്ടം നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ സീറ്റ് വിഭജനം ധാരണയാവാതെ പിരിയുകയായിരുന്നു. എന്നാൽ ചർച്ചയ്ക്ക് കോൺഗ്രസ് നേതൃത്വം മുൻകൈ എടുത്തിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ചർച്ച അനന്തമായി നീട്ടി അവസാന ഘട്ടത്തിൽ കേരള കോൺഗ്രസിൽ നിന്നും സീറ്റുകൾ ഏറ്റെടുക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. എന്തുവന്നാലും 2 സീറ്റെങ്കിലും വിട്ടു കിട്ടണമെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം എന്നും റിപ്പോർട്ടുകളുണ്ട്. സീറ്റ് വിട്ടു നൽകിയാൽ അത് ജോസഫ് ഗ്രൂപ്പിലും പൊട്ടിത്തെറി ഉണ്ടാകാനിടയുണ്ട്. അതേസമയം കുട്ടനാട് സീറ്റുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഇതിനോടകം തന്നെ പൊതുമണ്ഡലത്തിൽ ഉണ്ടായതായാണ് റിപ്പോർട്ട്. കേരള കോൺഗ്രസിന് ആ സീറ്റ് നൽകിയാൽ നഷ്ടപ്പെട്ടു പോകുമെന്ന പൊതുവികാരം കോൺഗ്രസിലുണ്ട്. ആ സീറ്റ് വിട്ടുകൊടുത്താൽ ആലപ്പുഴയിലെ കോൺഗ്രസിൽ നിന്നും കടുത്ത എതിർപ്പുണ്ടാകാനും സാധ്യതയുണ്ടെന്നാണ് നിഗമനം. ഇതെല്ലാം കണക്കിലെടുത്താണ് കുട്ടനാട് സീറ്റ് ആവശ്യപ്പെടുന്നത്. ഇടുക്കിയിലും കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ വിജയസാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. എന്നാൽ 10 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ജോസഫ് ഉറച്ചു നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ട്. സീറ്റ് വിട്ടു നൽകാതെ വെച്ചുമാറാൻ തയ്യാറാണെന്നാണ് ജോസഫ് വിഭാഗം പറയുന്നത്. അതിനിടെ LDF-ൽ 13 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ജോസ് കെ മാണി വിഭാഗം മുന്നോട്ട് വന്നതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ തവണ വിട്ടു നൽകിയ കുറ്റ്യാടി സീറ്റ് വേണമെന്നാണ് പ്രധാന ആവശ്യം. CPIM അത് ഏറ്റെടുക്കുകയാണെങ്കിൽ പകരം മറ്റൊരു സീറ്റ് നൽകണമെന്ന് കേരള കോൺഗ്രസ് M ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് എത്രമാത്രം അംഗീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അണികളില്ലാത്ത നേതാക്കന്മാർ മാത്രമുള്ള പാർട്ടിയെന്നും സ്വന്തം ചിഹ്നമായ ഓട്ടോറിക്ഷയിൽ കയറാൻ പോലും ആളില്ലെന്നുള്ള ആക്ഷേപങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട് ജോസഫിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും. ഇത്തരമൊരു ആക്ഷേപം നിലനിൽക്കുമ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള ഈ നീക്കം ജോസഫ് വിഭാഗത്തിന് വെല്ലുവിളിയാകും. അതേസമയം സീറ്റ് പിടിച്ചെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും കോൺഗ്രസ് നേതാക്കൾ മൗനത്തിലാകുന്നതാണ് ജോസഫ് ഗ്രൂപ്പിനെ ചൊടിപ്പിക്കുന്നതെന്നാണ് വിവരം. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെയാണ് ഈ നീക്കമെന്നും ആരോപണമുണ്ട്. കോൺഗ്രസ് സീറ്റ് പിടിച്ചെടുക്കുന്ന നീക്കവുമായി മുന്നോട്ടു പോയാൽ ജോസഫ് വിഭാഗം UDF വിട്ട് മറ്റ് ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്.